അതും ഇതും തമ്മിലുള്ളൊരു വലുപ്പ വ്യത്യാസം ആനയും ആടും എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഒന്നല്ല, എല്ലാം അങ്ങനെയാണല്ലേ ഏട്ടേ? അതെ അതെ. ഇത് ഹലോ നമസ്കാരം, ഞാൻ സുദർശൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കശുമാവ് കൃഷിയാണ്. ഈ കശുമാവ് കൃഷിയുടെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇതിൽ നിന്ന് 3 തവണ ഇത് കായ്ക്കുന്നു. ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ കാരണം അദ്ദേഹത്തിന് ഈയിടെ നമുക്ക് ദീപികയുടെ അവാർഡ് ലഭിച്ചിരുന്നു. അതുകൂടാതെ ശരിക്കും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു കശുമാവ് വെറൈറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് ഏതാണ് ആ കശുമാവ് വെറൈറ്റി? അത് വെറുതെ സ്ഥലം കിടക്കുന്നവർക്ക്, കല്ലും വീടും കാടൊക്കെ തിരഞ്ഞ് കിടക്കുന്നവർക്ക് ചുമ്മാ കൊണ്ടുപോയി കുഴിച്ചു വെച്ചാൽ ഒരു 3-4 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന, അത് 2ാം വർഷം തൊട്ട് നമുക്ക് വരുമാനം ലഭിക്കുന്ന ഒരു കൃഷിയാണ് കശുമാവ് കൃഷി. നമ്മളിത് വളരെ തഴഞ്ഞു നിർത്തിയുന്ന ഒരു കൃഷിയാണ്. ഇത് അങ്ങനെയല്ല, തഴഞ്ഞു നിർത്തേണ്ട സംവിധാനമല്ല. കശുമാവ് കൃഷി അത്രമേൽ പ്രയോജനകരമാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് മിസ്റ്റർ ജിജുവിനെയാണ്. ഇത് നമ്മുടെ സ്ഥലം എവിടെയാണ് ചേട്ടൻ? ഇത് കേളകം അടയ്ക്കാത്തോട്, കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ കേളകം അടയ്ക്കാത്തോടാണ് സ്ഥലം. ഇവിടെ നമ്മളിന്ന് പരിചയപ്പെടാൻ വരാൻ ഒരു വലിയ കാരണമുണ്ട്. സാധാരണ കശുമാവ് കൃഷി അധികം, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ഭാഗങ്ങളിലേക്ക് ഒരു അല്പം പ്രചാരം കുറവാണ്. അതായത് വെറുതെ കിടക്കുന്ന സ്ഥലമുള്ളവരൊക്കെയാണ് ബേസിക്കലി ഇത്. കാരണം വലിയ വരുമാനമില്ല എന്നാണ് ആൾക്കാരുടെ ഒരു ധാരണ. കാരണം ഇത് നട്ട് കഴിഞ്ഞാൽ വലിയ മരമായിട്ടുണ്ടാകും, ആകെ ഒരു ബക്കറ്റ് കിട്ടും. ഇതുകൊണ്ട് നീ പറയുന്ന സ്കീമൊന്നും നടക്കാനില്ല. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം ഇന്ന് നമ്മുടെ ജിജു ചേട്ടൻ മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പുതിയൊരു വെറൈറ്റി ഉണ്ട്. ഏതാണ് വെറൈറ്റിയുടെ പേര്? വെറൈറ്റിയുടെ പേര്, ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് ജിജൂസ് കാഷ്യൂ കിങ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ജിജൂസ് കാഷ്യൂ കിങ്. ഇതിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണ്? ഇതിൻ്റെ പല പ്രത്യേകതകളുണ്ട്. അത് ഞാൻ വളരെ 12 വർഷത്തോളം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഇത്രത്തോളം നല്ല ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. അത് അതിൽ ഒന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത്, ഇതിന് സീസൺ മുഴുവനായിട്ട് ഇതിന് കായുണ്ട്. ഒരു കശുമാവ് പൂക്കുന്ന സമയം കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മഴ തുടങ്ങുന്ന വരെയുള്ള ആ സമയം മുഴുവൻ ഇതിൽ കായുണ്ടാവും. അത് ഒരു സൈഡിൽ നിന്ന് പൂത്ത് തുടങ്ങും. സാധാരണ ഈ കശുമാവിൽ ചേട്ടായി പറഞ്ഞ പോലെ തന്നെ ഒരു സമയത്ത് പൂക്കുന്നു, മുഴുവൻ പൂക്കളും പിടിക്കുന്നു, ബാക്കിയില്ലാത്ത കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നു. അത് ഉണ്ടാകുന്ന കായെല്ലാം നമ്മളൊരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, ഒരു 10 ദിവസം 15 ദിവസം ഗ്യാപ്പിൽ അത് പൊഴിഞ്ഞ് വീണ് കിട്ടുന്നു. അങ്ങനെയല്ല ഇതിൽ? അല്ല, ഇതിൽ ആദ്യത്തെ ഒരു ട്രിപ്പ് കായായി അത് പൊഴിഞ്ഞ് വീഴുമ്പോഴത്തേക്കും അടുത്തത് പാകമാകാണ്. അങ്ങനെ കണ്ടിന്യൂസ് കായ്ച്ചുകൊണ്ടിരിക്കുക. അതിൽ കായ്ക്കാത്ത കമ്പുകളെല്ലാം പൂത്ത് കായായിക്കൊണ്ടിരിക്കും. നമുക്ക് എത്ര തവണ വരെ ഇങ്ങനെ കിട്ടുന്നുണ്ട്? അതൊരു 3 ട്രിപ്പ് എന്ന് പറയാം. 3 ട്രിപ്പായിട്ട് 3 തവണ കായ്ക്കുന്ന കശുമാവ്. അതെ അതെ. മഴക്കാലത്തെ ഒഴിവാക്കുക, മഴക്കാലത്തല്ലാത്ത സമയത്ത് വേനൽക്കാലത്ത് ഇത് 3 തവണ കായ്ക്കുന്നു. അത് മഴ പെയ്യുന്ന അത്രയും നാൾ വരെ നമുക്ക് ദീർഘമായ ഒരു വിളവ് കിട്ടുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കശുമാവെ നോക്കുകയാണെങ്കിൽ പൂവുണ്ടാവും, പച്ചവണ്ടി ഉണ്ടാവും, പിന്നെ വിരിഞ്ഞ് വരുന്ന കശുവണ്ടിയുണ്ട്, പിന്നെ മാമ്പഴം ഉണ്ടാവും, പിന്നെ തളുത്ത് വരുന്നതും ഉണ്ടാവും. അങ്ങനെ പല സെക്ഷൻ പറിച്ചു പോയതും ഉണ്ടാവും. പറിച്ചു പോയതും ഉണ്ടാവും. അത് വളരെ വ്യത്യസ്തമായ ഒരു വ്യത്യാസം തന്നെയാണ്, നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇനി അടുത്തൊരു പ്രത്യേകത. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മാമ്പഴം പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ കളർ മാറി വരുമ്പോൾ താഴെ വീഴും. താഴെ വീണാൽ നമുക്ക് അത് മാമ്പഴത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. പണ്ടൊക്കെയുള്ള കശുമാവുകൾ എന്ന് പറഞ്ഞാൽ അതെ അതെ, മാമ്പഴം കുറച്ച് അതിൽ പിടിച്ചിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കൊടുത്താലും നമുക്കൊരു വൃത്തിയില്ല. ഇത് നല്ല വൃത്തിയുള്ള കശുവണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ സൈസ് തൂക്കങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? സൈസ് തൂക്കങ്ങൾ പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ 80-100 കശുവണ്ടിക്കുള്ളിൽ 1 കിലോ ആവറേജ് നോക്കുമ്പോൾ 1 കിലോ കിട്ടും. നല്ല വലിപ്പമുള്ള കശുവണ്ടിയാണ്. നമ്മളൊരു 6-7 കശുവണ്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൈ നിറച്ചുണ്ട്. ഓക്കെ. അത് നമുക്ക് ഇതിന്റെ കാഴ്ചയിൽ തന്നെ, ഇതിൽ നിൽക്കുന്ന ചെടിയിലെ കാഴ്ചയിൽ തന്നെ വളരെ കാഴ്ചയിൽ തന്നെ വളരെ വലുപ്പ വ്യത്യാസം തോന്നുന്നുണ്ട്. 80 കശുവണ്ടി 1 കിലോ എന്ന് പറയുന്നത് മാന്യമായൊരു തൂക്കമാണ്. നമ്മളിത് ഒരേ ഏക്കറിൽ എത്ര കശുമാവാണ് സജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരു 80 കശുമാവ് വെക്കാമെന്നാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത്. 80 എണ്ണം വെക്കുക. പിന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ തിക്കായി വരുമ്പോൾ നമ്മൾ കുറച്ച് പ്രൂൺ ചെയ്ത് വിട്ടാൽ പ്രൂൺ ചെയ്യുന്ന നമ്മൾ കായ എടുത്തതിന് ശേഷം കഴിയുന്ന പാടെ പ്രൂൺ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ. അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു ഏക്കറിൽ 80 ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെടിയിൽ നിന്ന് ഏകദേശം എത്ര കിലോ? ഒരു 5 വർഷം കഴിയുമ്പം എൻ്റെ കണക്കൂട്ടിൽ അതൊരു 25-30 കിലോ കായ വരെ നമുക്ക് കിട്ടും. പിന്നെ അത് അങ്ങോട്ട് ഓരോ വർഷവും കൂടി നമ്മുടെ പരിപാലനം പോലെ ഇരിക്കും കേട്ടോ. കുറച്ച് മരുന്ന് വളങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഈൽഡ് കിട്ടും. തീർച്ചയായിട്ടും. നമുക്കിതിന്റെ ഇടവേള അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇടവേള നിലവിൽ കശുമാവ് തോട്ടം മാത്രമാണ്. പിന്നെ ചിലരൊക്കെ കുരുമുളകൊക്കെ അതിൽ ഇടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ആദായമായിട്ട് കിട്ടും. കുരുമുളകൊന്നും സഖ്യസമാനുള്ള സാധ്യതകൾ കുറവാണ് ബേസിക്കലി. ഇത് നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ടോ?
ഇപ്പം നനയ്ക്കുന്നില്ല, ഞാനൊന്ന് പരീക്ഷിച്ച് വേറൊരു തോട്ടം അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ തോട്ടത്തിൽ ഈൽഡ് കൂടുതലാണ് നനയ്ക്കുന്നതിന് ഈൽഡ് കൂടുതലുണ്ട്. പൂവായി കഴിഞ്ഞ് നനച്ചു കൊടുത്താൽ ബേസിക്കലി ഇത് കല്ല് പ്രദേശങ്ങൾ, ജലലഭ്യത ഇല്ലാത്ത സ്ഥലങ്ങൾ എല്ലാം തരിശായി കിടക്കുന്ന ഏത് സ്ഥലത്തുമാണ് ചെയ്യുന്നത്. അതിന് ഷെയ്ഡ് സാധ്യമാണോ? ഷെയ്ഡ് കുറച്ചൊക്കെ ഷെയ്ഡ് പ്രശ്നമില്ല, എങ്കിലും സൂര്യപ്രകാശം എത്ര കിട്ടുന്ന അത്രയധികം ഈൽഡ് കൂടും. അപ്പം ബേസിക്കലി ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷമാണ്. ഇതിന് വർഷത്തിൽ എത്ര തവണയാണ് നമ്മൾ വളം ചെയ്യുന്നത്? വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതം. സീസൺ തീരുമ്പോൾ കായ്ച്ച് കഴിയുന്ന പാടെ ഒരു ട്രിപ്പ് ചെയ്യുക. പിന്നീട് പൂക്കൾ വരുന്നതിന് മുമ്പ് ഒക്ടോബർ നവംബർ മാസത്തിൽ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ഒരു വളം കൂടി കൊടുക്കുക. 2ാം വർഷം കായ്ക്കുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഓക്കെ, 2ാം വർഷം കായ് ലഭിച്ചു കൊടുക്കും. അങ്ങനെ ഒരു 2 വർഷം കൊണ്ട് എത്ര അടി ഉയരമായി ചെടികളൊരു? 2 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 4 മീറ്റർ 5 മീറ്റർ. ഞാൻ ചോദിക്കുന്നത് പേരിന് വേണ്ടി കായ്ക്കുന്നതാണോ അതേ നമുക്ക് 2ാം വർഷം ആ ചെടിയിൽ നിന്ന് ഒരു ആദായം ലഭിക്കുമെന്നുള്ളത്? തീർച്ചയായിട്ടും ആദായം ലഭിക്കും. ഇവിടെ പല ആൾക്കാർക്കും 5 കിലോ വരെ ഒരു 2ാം വർഷം ചെടിയിൽ നിന്ന് കിട്ടിയ ആളുകൾ ഇഷ്ടം പോലെയാണ്. കാരണം നമ്മുടെയൊക്കെ ജാതത്തിന്റെ നേഴ്സറി വെച്ചിട്ട് അത് 3ാം വർഷം ഉറപ്പായിട്ടും കായ്ക്കും കേട്ടോ. കായ്ക്കുന്ന 1 കായ 2 കായ ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് എൻ്റെ അടുത്ത് വന്ന് തോട്ടം കാണാൻ 2ാം വർഷം കായ്ച്ച കാണാൻ, ആദ്യത്തെ വർഷം തന്നെ കായ്ച്ച കശ്മാവുകൾ കാണാൻ സാധിക്കും. ഡെഫിനറ്റ്ലി ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ വർഷം തന്നെ കായ്ക്കും. അപ്പോൾ 2ാം വർഷം നമുക്ക് നല്ലൊരു വിളവ് കിട്ടും. നമുക്ക് ഇതിന് കേട കാര്യങ്ങൾ കേടെന്ന് പറഞ്ഞാൽ ഈ കശ്മാവിന് ബാധിക്കുന്നത് തേയിലക്കൊതുകിന്റെ ശല്യമാണ്. അത് ഇപ്പോൾ ഒരു കേടല്ല, അത് ആ ഒരു കാലാവസ്ഥ മഴക്കാറൊക്കെ വരുമ്പോൾ ഈച്ച അതിൽ കുത്തുന്നു, അത് ആ ഇല കരിഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട്. പിന്നെ സാധാരണയായിട്ട് കാണുന്നതാണ് ഇതിന്റെ തടിയിൽ ഒരു പുഴുണ്ട്, തണ്ടുതുരപ്പൻ പുഴു വരുന്ന ഒരു രീതിയുണ്ട്. അത് അപൂർവമായിട്ട് എക്കാലക്സോ അല്ലെങ്കിൽ നമുക്ക് കരാട്ടയോ ഒക്കെ അതിന്റെ ചുവട്ടിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ കുറെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഫംഗസ് ബാക്ടീരിയകൾ? വേറെ ഫംഗസ് ബാക്ടീരിയ ഒന്നും അധികം കാണുന്നില്ല. പിന്നെ പൂക്കൾ കരിയാതിരിക്കാനൊക്കെ ചില ഫംഗസൈഡൊക്കെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം. മഴക്കാറ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുത്താൽ കുറച്ച് പ്രിക്കോഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ഏക്കറിന് ഏകദേശം എത്ര രൂപ വരുമാനം ലഭിക്കുന്നുണ്ട്? കശ്മാവിന്റെ ആദായം എന്ന് പറഞ്ഞാൽ 5ാം വർഷം ആകുമ്പോൾ നമുക്കൊരു 25 കിലോ ആവറേജ് ഒരു കശ്മാവിൽ നിന്ന് കൂട്ടിയാൽ തന്നെ 150 രൂപ വില കണക്കാക്കാം. ഇപ്പം 125 രൂപയാണ് മാർക്കറ്റിലുള്ളത്. 150 രൂപ വില കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 80 കശുമാവ് ഒരു ഏക്കറിൽ വെച്ചാൽ ഒരു 3 ലക്ഷം രൂപ നമുക്ക് ഈ 150 രൂപ വെച്ച് വരുമാനം നമുക്ക് കിട്ടും. പിന്നെ അതിലേക്ക് കൂടി ഓരോ വർഷം അത് കൂടുകയുള്ളൂ. മരം വലുതാവുന്നു, ഡെഫിനറ്റ്ലി വരുമാനം കൂടുന്നു. അതുപോലെ തന്നെ വർഷങ്ങൾ കഴിയുന്നതോറും വിലയും കൂടുന്നു. കശുമാവിന്റെ കൃഷി സഹായിച്ച് കുറഞ്ഞും വരുന്നു. പിന്നെ ഇതിന്റെ ഒരു മെച്ചം എന്ന് പറയാൻ മറ്റുള്ള വിളകൾ പോലെയല്ല, നമുക്ക് കൂലിച്ചെലവ് വളരെ കുറവ്. 2 രൂപയുടെ കോയിൻ നമ്മൾ നിലത്തുനിന്ന് ഇറക്കിയെടുക്കുന്നത് അതേ ലാഘവത്തോടെ തന്നെ നമുക്കിത് പെറുക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ തന്നെ പൈസയാണല്ലോ, ഇത് പൈസ പെറുക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് കശ്മീരിന്റെ. ഇത് ഉണങ്ങാനോ നമ്മുടെ ഈ ജാതിക്ക പോലെ പൂവ് തിരിച്ചെടുക്കാനോ അടർത്തിയെടുക്കാനോ പിഴിഞ്ഞെടുക്കാനോ ഉണക്കി വയ്ക്കാനോ സൂക്ഷിച്ച് വയ്ക്കാനോ ഒന്നും വേണ്ട, പെറുക്കെടുക്കുക വിൽക്കുക അങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ വൈകുന്നേരം വെയിലാറുമ്പോൾ രാവിലെ എപ്പോൾ വേണമെന്ന് തോന്നുന്നു അപ്പോൾ പെറുക്കുന്നു, അപ്പോൾ തന്നെ മാർക്കറ്റിലേക്ക് കൊടുക്കാം. നമ്മളിവിടെ എല്ലാ കടകളിലും അത് എടുക്കുന്നുണ്ട്. അത്ര ഡിമാൻഡാണ് ഇപ്പോൾ. പക്ഷേ അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സാധനം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. സൂക്ഷിച്ച് ഉണക്കിയിട്ട് നമുക്ക് 3 മാസം വരെ സൂക്ഷിച്ച് വെക്കാം. ഉണക്കിയതിന് ശേഷം കാരണം നമുക്ക് വില കുറവാണ്. 2 ദിവസം പിടിച്ചു വയ്ക്കാൻ തീർച്ചയായിട്ടും ഒരു ഉണക്കി വയ്ക്കാം. ഉണക്കിയില്ലെങ്കിലും ഒരു ആഴ്ചയൊക്കെ ചുമ്മാ നമ്മളവിടെ കൂട്ടിയിട്ടാൽ മതി. എപ്പോൾ വേണമെങ്കിലും വാരി കൊടുക്കാം, ഒന്നും കുഴപ്പമില്ല അല്ലേ? നമുക്ക് ഈ തൈകള് നമ്മുടെ അടുത്ത് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഈ തൈകൾ കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇവിടെ നഴ്സറിയിൽ കൊടുക്കുന്ന ഈ വർഷത്തെ പുതിയ തൈക്ക് 100 രൂപയും പിന്നെ 1 വർഷം പ്രായമായ കവർ മാറ്റിയ വലിയ തൈക്ക് 120 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ദൂരേക്കൊക്കെ പോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടേഷൻ ഡെഫിനറ്റ്ലി കൊടുക്കും. ഓൾ കേരള സപ്ലൈ കാര്യങ്ങൾ അതെ, കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ഉണ്ട്. വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മളത് എത്തിച്ചു കൊടുക്കുന്നത്. അത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്? തീർച്ചയായിട്ടും ഗ്രാഫ്റ്റ് ചെയ്താണ്. ഓക്കെ. ഈ തൈകൾ നമുക്ക് പറഞ്ഞു 1 വർഷം കൊണ്ട് തന്നെ കായ്ച്ചു കൊടുക്കും. 2 വർഷം തീർച്ചയായും എല്ലാ സ്ഥലത്തും തന്നെ കായ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര, തമിഴ്നാട്, പിന്നെ കർണാടക ഇവിടെ എല്ലാം വെച്ച് വളരെ വിജയിച്ചിട്ടുണ്ട്. മീൻസ് കായ്ച്ച് കണ്ടിട്ടുണ്ടോ? കായ്ച്ച് ഞാൻ പോയി നോക്കാറുണ്ട്. അവിടെ എല്ലാം കായ്ച്ച് അവർ തൂക്കി കശുവണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയായി. നമ്മൾ ശരിക്കും ഈ ഇനത്തിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? ഇത് പല കശുമാവുകൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെറുപ്പം തൊട്ടേ കശുമാവ് ഫീൽഡുമായിട്ട് ബന്ധമുള്ളൂ. ഇവിടെ എല്ലാം കശുമാവ് മേഖലയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗം അതായിരുന്നു. അങ്ങനെ കശുമാവുകൾ നോക്കി കുറേ വെച്ച് കഴിഞ്ഞപ്പോൾ ചിലതെല്ലാം വളരെ ചെറിയ കശുവണ്ടി, അല്ലെങ്കിൽ ഒറ്റ ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഒരു നല്ലൊരു ആദായം കിട്ടുന്നതായിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു കശുമാവിനെ നിരീക്ഷിച്ച് ഒരു തോട്ടത്തിൽ നിന്ന് ഒരു കശുമാവിനെ വളരെ വർഷം നിരീക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് അതിനെ പരിപാലിച്ച് 12 വർഷം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഞാനിത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ,
നമ്മുടെ ഈ തൈകൾ വിദേശത്തേക്ക് പോയെന്ന് തീർച്ചയായിട്ടും വിദേശത്തേക്ക് അതിലെനിക്ക് സന്തോഷമുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്ന് ഇവിടെ കണ്ടു. അത് നമ്മുടെ തൈകൾ അവിടെ കൊണ്ടുപോയി. പിന്നെ ഇവിടുന്ന് അതിൻ്റെ സൈഡും കൊണ്ടുപോയി അവരവിടെ തോട്ടമാക്കി. ഒരു 200 ഏക്കറോളം തോട്ടം ഇപ്പോൾ അവിടെ കശുമാവ് തോട്ടമാക്കി വരുന്നുണ്ട്. സാധാരണ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമ്മളിങ്ങോട്ട് കശുവണ്ടി ഇറക്കുമതി ചെയ്യുമ്പോഴേ പറയാം, ഡേ എന്താ കശുവണ്ടി ആഡ് ചെയ്ത് ഞങ്ങളിങ്ങോട്ട് ഇറക്കുമതി ചെയ്തതല്ലേ. അതെന്തായാലും കൊള്ളാം. അതിൽ പ്രത്യേകിച്ച് അഭിമാനിക്കുക. അവരൊന്നും അറിയാണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നുള്ള ആൾക്കാർ അവിടെ കശുവണ്ടിയുടെ കേന്ദ്രമാണ്. അവർ ഇവിടെ വന്ന് നന്നായിട്ട് അവിടെ അടുത്ത ഈ വർഷവും കായ്ക്കാനൊക്കെ പൂക്കാൻ തുടങ്ങിയെന്ന് കിട്ടി. അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അവിടെ തീർച്ചയായിട്ടും അത് നന്നാകും തന്നെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ഇത് നമ്മളിവിടെ ഈ തോട്ടം സന്ദർശിച്ചപ്പോൾ ഇവിടെ മുഴുവൻ കശുമാവുകളാണല്ലോ. അപ്പോൾ അടുത്തൊരു വീട്ടിലെ കശുമാവ് കണ്ട് നമ്മുടെ ഇതിൻ്റെ ഈ വെറൈറ്റിയുടെ ഒരു വ്യത്യാസം ഇത് നിൽക്കുന്നത് പഴുത്ത ഒരെണ്ണം ആണ്. ഈ സംവിധാനം, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയത് മറ്റേ നമ്മുടെ കിങ്ങാണ്. അതും ഇതും തമ്മിലുള്ളൊരു വലുപ്പ വ്യത്യാസം ആനയും ആടും എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഒന്നല്ല, എല്ലാം അങ്ങനെയാണല്ലോ ഏട്ടേ. അതെ അതെ. ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ റാൻഡംലി ഏത് കശുവണ്ടി അവരുടെ അത് നോക്കിയാലും ഇതിന് ഈ ഒരു വലുപ്പമേ വരുന്നുള്ളൂ. അതും ഇത് മുഴുവൻ അതോടെ കരിഞ്ഞു പോയി, തീർന്നു. ഓക്കെ, ഒരാഴ്ച കൊണ്ട് കാത്തിരും. ഓക്കെ. ഇതിൽ ഉള്ള ഈ പൂക്കുള്ളകൾ എന്ന് പറയുന്നത് ഒരെണ്ണം ഉണ്ടായി ആ ഒരു കൊലയിൽ എത്ര എണ്ണമാണ് പിടിക്കുന്നത് അത്രയും പിടിക്കുന്നു, ബാക്കി പൂക്കൾ കരിഞ്ഞു പോകുന്നു. പിന്നെ ഒരു ഫ്രഷ് കായോ ഫ്രഷ് പൂവോ സാധാരണ ഉള്ള നമ്മുടെ കശുമാവിൽ കാണാറില്ല. അതേസമയത്ത് ഈ നമ്മുടെ ജിജു കാഷ്യൂ കിങ്ങിൻ്റെ വ്യത്യാസം അവിടെയാണ്. എപ്പോഴും പുതിയ പൂക്കളും ഒരു കൊലയിൽ തന്നെ ചെറുതും വലുതും പഴുത്തതും മൂത്തതും എല്ലാം ഉണ്ടാവും ഒരു മരത്തിൽ തന്നെ. ഇതിന് അങ്ങനെ ഒരു സംവിധാനം കാണുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇത് നമ്മൾ പറഞ്ഞ 2 വർഷം മാത്രം പ്രായമായ ഒരു ചെടിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഉയരത്തിൽ നിന്നും 3 ഇരട്ടിയിൽ കൂടുതൽ വളർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ 2 വർഷം കഴിഞ്ഞ ചെടിയാണ്. അതിലിതാ നിറയെ കൊലയായി തന്നെ ഇതാ കശുവണ്ടി പിടിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം പഴമുണ്ട്, ഒരെണ്ണം കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇതാ ഇഷ്ടം പോലെ നിറയെ, അതായത് 1-2 പേരിനായിട്ടല്ല ഒരു ചെടിയിൽ ഇതിൽ കുലകളുണ്ടാകുന്നത്. എവിടെ നോക്കിയാലും ഇതാ നിറയെ കുലകളുണ്ടാകുന്നുണ്ട്. അത് 1-2 അല്ല, എല്ലാത്തേലും ഒരു എങ്ങനെയായാലും ഇതിലേക്ക് ഒരു 10-20 വെച്ചുള്ള ഉണ്ടാവില്ല ഏട്ടായി. ആ ഒരു സൈസിനൊത്ത ചെടിയാണ്, വളർച്ചയാണ്. അപ്പോൾ പരിപാലിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കിതാ ഈ ഒരു വിളവ് 2-ാം വർഷം ഉറപ്പായും കിട്ടും. നമ്മളീ കാണുന്നത് 3 വർഷം ആകാറായി, 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷത്തിലേക്ക് കടന്ന തൈകളാണ്. കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് നല്ലൊരു തോട്ടമായിട്ട് ചെയ്തിരിക്കുന്നൊരു കർഷകൻ്റെ ഇതാണ്. അദ്ദേഹത്തിനിപ്പം ഇവിടുന്ന് കായ്കൾ പറിച്ചു തുടങ്ങി. ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു 10 അടി ഹൈറ്റിൽ നല്ല പട്ടാരപ്പോടുകൂടി വളരെ വൃത്തിയായിട്ട് ചോട്ടിൽ നിന്ന് തന്നെ നൈസായിട്ട് നല്ല ഏരങ്ങളൊക്കെയായി വളരെ വൃത്തിയായിട്ട് ഇത് വളർന്നു കയറുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചേട്ടാ, നമ്മൾക്ക് ഇപ്പോൾ ചേട്ടാ നമ്മൾ പറഞ്ഞു ഒരു ഏക്കറിൽ 80 ചെടികളാണ് വയ്ക്കുന്നതെന്ന്. എന്തുകൊണ്ട് ഇത് ഹൈ ഡെൻസിറ്റി ആയിട്ട് കൃഷി ചെയ്തുകൂടെ? ഇപ്പോൾ ഏകദേശം നമുക്ക് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു 3 ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ഥലമാണ്, എനിക്ക് നനയ്ക്കാൻ സൗകര്യമുണ്ട്, വളമിടാൻ സൗകര്യമുണ്ട്, പണിക്കാരുമുണ്ട്. സോ എനിക്ക് ഹൈ ഡെൻസിറ്റി ചെയ്ത് അത് സക്സസ് ആകുമോ? ഹൈ ഡെൻസിറ്റി വളരെ സക്സസ് ആക്കാൻ പറ്റിയൊരു കൃഷി തന്നെയാണ്. നമുക്ക് കൃഷി രീതിയാണ്. കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് അതാണ് ഏറ്റവും ഉത്തമം. അത് പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദായം കൂടുതൽ അതിൽ നിന്നാണ് കിട്ടുന്നത്. എല്ലാ വർഷവും കായ കഴിയുന്നതോടെ അത് പ്രൂൺ ചെയ്ത് വിടുക, കൃത്യമായ വളങ്ങൾ കൊടുക്കുക. പൂത്ത് കഴിയുമ്പോൾ നമ്മൾ നനയും കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി കൃഷി വളരെ ലാഭകരമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഏക്കറിലേക്ക് ഏകദേശം എത്ര തൈകൾ വയ്ക്കാൻ പറ്റും? ഇരട്ടി തൈകളാക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഇരട്ടി തൈകൾ 160-170 തൈകൾ വെക്കാം. 160 ശരിക്കും ഓക്കെ 160-170 തൈകൾ വെക്കാം. അപ്പോൾ നമുക്ക് ആദായവും ഏകദേശം ഡബിളായി കിട്ടും. നിങ്ങൾക്ക് എത്രയും ഹൈ ഡെൻസിറ്റി കൃഷി മടുത്തു എന്ന് തോന്നിയാൽ നടുക്ക് നിൽക്കുന്നവരൊന്ന് വെട്ടിക്കളഞ്ഞ് നിങ്ങൾക്ക് സ്കിപ്പ് ആകാവുന്നതാണ്. വളർന്നു വരും. ഇത് പെട്ടെന്ന് തന്നെ ഒരു ശരിക്കും 2-ാം വർഷം തൊട്ടൊരു വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ്. ഈ കാറ്റലോഗ് ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു, ഇത് നമ്മുടെ ഈ തൈകളുടെ കൂടെ കൊടുക്കുന്നതാണോ? ഇത് നമ്മൾ തൈ കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് ആളുകൾ ചോദിച്ച് മേടിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വാങ്ങി അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തെ എല്ലാ ഡീറ്റെയിൽസും, അത് പരിപാലിക്കേണ്ട എല്ലാ രീതികളും ഉണ്ട്, അതിനെ സംരക്ഷിക്കേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വളരെ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ചേട്ടാക്ക് ഞങ്ങൾ ഇത്രയും സമയം തന്നതിലും തോട്ടം പരിചയപ്പെടുത്തിയതിലും നന്ദി പറയുന്നു. കാരണം ഓരോ കർഷകരും ഇങ്ങനെ ഓരോ പുതിയ വെറൈറ്റികൾ എല്ലാവരുടെയും പറമ്പിൽ നല്ലതുണ്ട് ചേട്ടാ, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നില്ല, അതിനെ നിരീക്ഷിക്കുന്നില്ല. ആ ഒരു നിരീക്ഷണ പാഠവുമാണ് ഒരു കർഷകന് വേണ്ടത്. എന്തായാലും അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് ഇങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി കർഷകരിലേക്ക് എത്തിച്ചേട്ടായി പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.